അസ്സലാമു അലൈക്കും. എടാ, ചില കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ ഫാഇൽ ഒന്ന് പറഞ്ഞു തരുമെന്ന്, ഫാഇൽ എങ്ങനെ വരിക എന്നുള്ളത്. ഓക്കെ, ഇത് ഫാഇലുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് ഫാഇൽ എങ്ങനെയെന്ന് പറയാം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന സാധനം എന്താണ്? ഫാഇലാണ്. ഫാഇൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്ത ആൾ ആരാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആരാണ് വാക്കുക? ജലസ. ജലസ ഇരുന്നു. അതിൻ്റെ ഫാഇൽ നമ്മൾ എന്താ പറയുക? ജാലിസുൻ ഇരിക്കുന്നവൻ. ഓക്കെ, പിന്നെ മറ്റൊരു വാക്കാണ് കതബ, എന്താണ്? എഴുതി. അപ്പോൾ അതിൻ്റെ ഫായിൽ എന്താ വരിക? കാത്തിബുൻ എന്ന് പറഞ്ഞാൽ എഴുതുന്നവൻ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് മനസ്സിലായി? ഫഅല രൂപത്തിൽ വരുന്ന ഒരു വാക്കിനെ നമുക്ക് ഫാഇൽ രൂപത്തിലേക്ക് മാറ്റിയാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഫാഇൽ പ്രവൃത്തി ചെയ്ത ആളെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനമായും നമ്മളെ ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ 6 ഫോം പഠിക്കാൻ, 6 സ്ട്രക്ചർ പഠിക്കാനുണ്ട്. നോക്കാം നമുക്ക്. ഇപ്പോൾ ഫാഇലുൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പുരുഷൻ ആണ് അർത്ഥം. ഫാഇൽ എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി. ഈ ഫാഇൽ എന്ന രൂപത്തിൽ നമുക്ക് രീതിയിലും കുഴപ്പം. കാത്തിബുൻ, ജാലിസൊക്കെ ഫോർമത്തിലല്ലേ വരാം. അപ്പോൾ അതിൽ ഒന്ന് അവൻ ഒരാൾ ചെയ്തു എന്നാണ്. ചെയ്യുന്നതിന് എത്ര ആളുള്ള? ഒരാളല്ല, ഒരു പുരുഷനാണുള്ളത്. ഇനി അതിൻ്റെ സ്ത്രീ ആണെങ്കിൽ അപ്പോൾ അവിടെ ചെയ്യുന്ന ആൾ ഫാഇലത്തുൻ എന്ന് പറയും. ജാലിസുൻ, ജാലിസത്തുൻ, കാത്തിബുൻ, കാത്തിബത്തുൻ. ഓക്കെ, ആ രൂപത്തിൽ വരും. ഇനി രണ്ടാളുണ്ടെങ്കിൽ, 2 പുരുഷന്മാരുണ്ടെങ്കിലോ ഫാഇലുൻ, ഫാഇലാനി, കാത്തിബുൻ, കാത്തിബാനി, ജാലിസുൻ, ജാലിസ്, 2 ആളുകൾ പ്രവർത്തിക്കുന്നു. ഇനി ഇതന്നെ 2 സ്ത്രീകളാണെങ്കിലോ ഫാഇലത്തുൻ, ഫാഇലത്തുൻ, ഫാഇലത്താനി, ഫാഇലത്താനി, ജാലിസത്തുൻ, ജാലിസത്താനി, കാത്തിബത്തുൻ, കാത്തിബത്തൻ, 2 ആളുകൾ പ്രവർത്തിക്കുന്നു. ഇനിയോ മൂന്നാമത്തത് ഫാഇലുൻ, ഫാഇലാനി, ഫാഇലൂന, അവരെല്ലാവരും പ്രവർത്തിക്കുന്നവരാണ് അല്ലേ? ഫാഇലുൻ, ഫാഇലൂന, ഫാഇലൂന, കാത്തിബുൻ, കാത്തിബാനി, കാത്തിബൂന, ജാലിസുൻ, ജാലിസാനി, ജാലിസൂന, അവർ കുറേ ആളുകൾ ചെയ്യുന്നവരാണെന്ന്. ഇനിയോ ഫാഇലത്തുൻ, ഒരു സ്ത്രീ ഫാഇലത്താൻ, 2 സ്ത്രീകളാണ് പ്രവർത്തിക്കുന്നവരുള്ളത്. പിന്നെന്തോ ഫാഇലാത്തുൻ, ഫാഇലാത്തുൻ, ഫാഇലാത്ത് എന്ന് പറഞ്ഞാൽ അവർ കുറേ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുന്നവരാണ്. ദാഹിബാത്തുൻ, അവർ കുറേ സ്ത്രീകൾ പോകുന്നവരാണ്. കാത്തിബാത്തുൻ, അവർ കുറേ സ്ത്രീകൾ എഴുതുന്നവരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിന് 6 ഫോം: ഫാഇലുൻ, ഫാഇലാനി, ഫാഇലൂന, ഫാഇലത്തുൻ, ഫാഇലത്താനി, ഫാഇലാത്തുൻ. ഈ 6 ഫോം നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത്. ഉക്തുബ് കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണിച്ച പോലെ ഫില്ല് ചെയ്യണം. മിസാൽ ഉദാഹരണം എന്താ? കതബൽ വലതു, കുട്ടി എഴുതി. അൽ റിസാലത്ത്, കത്ത്. ഹുവ കാത്തിബു റിസാല, അവൻ കത്ത് എഴുതുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തബ എന്ന മാളിയായ ഫിലിനെ ഇവിടെ എന്താക്കി മാറ്റി? കാത്തിബുൻ എന്നാക്കി മാറ്റി. അപ്പോൾ നമുക്ക് അതേപോലെ ബാക്കിയുള്ള എക്സാമ്പിൾ ഉല്ലേക്കാം. ജലസ ദാരിസു അലൽ മക്തബ്. അപ്പോൾ ഇതിൽ ഫിലിൽ ഏതാണ്? ജലസയാണ് അല്ലേ? ജലസയെ നമ്മൾ എന്ത് ചെയ്യണം? ഫാഇലാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ എന്താണ്? ജലസൻ്റെ ഫഅല ഫാഇലുൻ. അപ്പോൾ ജലസ എന്ത് വരിക? ജാലിസുൻ. പക്ഷെ ഇവിടെ ജാലിസുൻ പറ്റൂല, ഇവിടെ ഹിയാണുള്ളത്. അപ്പോൾ ഹിയൻ്റെ സ്ഥാനത്തുള്ള എന്താ വരിക? ജാലിസത്താണ് അല്ലേ? ഫാഇലത്താണ്. അപ്പോൾ എന്ത് ചെയ്യണം? ജാലിസത്തുൻ എന്ന ആൻസർ വരും. ക്ലിയർ ആയോ? യെസ്. ഇനിയോ ദഹബൽ വലതു ഇല സൂഖ്. ഇതിലെ ഫുയിൽ ഏതാണ്? ദഹബ. ദഹബൻ്റെ ഫായിലോ ദാഹിബു എന്നാണ്. അപ്പോൾ ഹുവ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ദാഹിബുൻ തന്നെ എഴുതിയാൽ മതി അല്ലേ? ദാഹിബുൻ, ഹുവ ദാഹിബുൻ ഇല സൂഖ്, അങ്ങനെ മാർക്കിലേക്ക് പോകുന്നവരാണ്. ലൈബത്ത് തോലിബത്ത്, പെൺകുട്ടി കളിച്ചു. അപ്പോൾ അതിന് ലൈബൻ്റെ എന്താണ് ഫായിൽ? എന്താ? ലായിബുൻ. ഇപ്പോൾ ലായിബും മറ്റും. ഇവിടെ ഹിയ ആയതുകൊണ്ട് എന്ത് വേണം? ഫായിലത്ത് രൂപത്തിൽ എന്ത്? ലായിബത്ത് വേണം. അപ്പോൾ ഹിയ ലായിബത്തുൻ എന്ന് എഴുതണം. ഓക്കെ, കാമൽ ആമിലു. അപ്പോൾ കാമ എന്നുള്ള അവിടുത്തെ ഫായിൽ, അതിൻ്റെ കാമ കായിമുൻ വരും അല്ലേ? അപ്പോൾ ഫായിൽ രൂപത്തിൽ. അപ്പോൾ ഹുവ കായിമുൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ രീതിയിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകൾ എജുപോർട്ടിലുണ്ടാവും. മുഴുവൻ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോളൂ. എല്ലാവരും ക്ഷണിച്ച് കൂട്ടിയിട്ട് ലൈവ് ക്ലാസ് കാണാൻ വരിക. ഫുള്ള് നമുക്ക് സെറ്റാക്കാം. അസ്സലാമു അലൈക്കും.